Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. എന്ത് പറ്റി? കുറെ പേരൊന്നും കഴിച്ചില്ലല്ലോ. ടൈം ആയിട്ടില്ലേ? ആഫ്റ്റർനൂൺ. കുക്കിങ്ങിലാണോ അപ്പോ? ആ ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് അല്ലെ? ജസ്റ്റ് ഒരു രണ്ട് പോർഷനും കൂടി, രണ്ട് പാരഗ്രാഫും കൂടി നമുക്ക് അതിനകത്ത് എടുക്കാനും അത് കഴിഞ്ഞാൽ ചർച്ച കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മോർബിഡിറ്റി ആ പാരഗ്രാഫ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. എൻഹാൻസ്മെന്റ് ഈസ് ദ കീ ടു സക്സസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എൻഹാൻസ്മെന്റ് ഈസ് ദ കീ ടു സക്സസ് ബൈ കണ്ടിന്യൂലി collecting data and assessing outcomes, opportunities for enhancement to come to light and are addressable. The end result is better quality through improved performance outcomes and customer satisfaction. Root because analysis and failure mode and effect analysis are two methods used to examine centennial events and promote improvement within the healthcare system. In the medical world, there are occasional morbidity and mortality conferences and peer review sessions pertaining to a patient not having an ideal outcome. What could have been done better throughout all stages of care? Was the patient seen and assessed in a timely fashion? Was there a misdiagnosis? Were the appropriate taken fashion?
Was there is a misdiagnosis where the appropriate interventions are taken for the clinical picture? Was there is a breach in the standards of care? What can possibly remedy this? പാരഗ്രാഫ് നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, എൻഹാൻസ്മെന്റ് ആണ് എന്ത്, enhancement is the key to success ആണ് അല്ലെ. ഒരു മെച്ചപ്പെടുത്തലാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് ഡാറ്റ ശേഖരിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ ഫലങ്ങൾ അല്ലെ, ഫലങ്ങൾ അതിന്റെ റിസൾട്ടുകൾ എന്താണെന്നുള്ളത് വിലയിരുത്തുന്നതിലൂടെയും മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങള് വെളിച്ചത്ത് വരികയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് മെച്ചപ്പെടുത്തലാണ് നമുക്ക് നമ്മുടെ വിജയത്തിലേക്കുള്ള അല്ലെങ്കിൽ വിൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ താക്കോൽ എന്ന് പറയുന്നത്. അപ്പൊ തുടർച്ചയായിട്ടുള്ള അതിലൂടെ നമ്മളിപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെയും അതുപോലെ തന്നെ പല ഇൻഫർമേഷൻസും ഡാറ്റകളൊക്കെ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത് വഴി നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ടുകൾ എന്താണെന്നുള്ളത് വിലയിരുത്താനായിട്ട്. ഇപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിൽ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് കൂടെ നമുക്ക് അത് വിലയിരുത്താനായിട്ട് പറ്റുന്നുണ്ട്. എവിടെയൊക്കെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പേഷ്യന്റ് കെയറിലാണോ അല്ലെങ്കിൽ ഡോക്ടർമാർ കൊടുക്കുന്ന കെയറിലാണോ, അവിടെ അല്ലെങ്കിൽ എന്താണ് അവിടെ അവര് ബിഹേവ് ചെയ്യുന്ന രീതിയിലാണോ, അങ്ങനെ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട പ്രകടനം, വിലയിരുത്തല്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയിലൂടെ മികച്ച ഗുണനിലവാരമാണ് അന്തിമഫലം. കാരണം അനാലിസിസും ഫെയിലിയർ മോഡൽ ആൻഡ് ഇഫക്ട് അനാലിസിസും സെൻട്രൽ ഇവന്റുകൾ പരിശോധിക്കുന്നതിനും ഒരു ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ മെച്ചപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന രണ്ട് രീതികളാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ എന്താ നല്ല രീതിയിൽ നമുക്ക് പ്രകടനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ റിസൾട്ടുകള്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ എന്താണ് അതിന്റെയൊക്കെ ഈ ഗുണനിലവാരത്തിന്റെ ഒരു അന്തിമ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അതൊക്കെയാണ്. നല്ല രീതിയിലുള്ള പ്രകടനം ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും നമുക്ക് എന്താണ് ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ടുകൾ നമുക്കിപ്പോ എന്താണ് ഓരോ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്, ഒരു ഗുണനിലവാരത്തിന്റെ എടുത്തു പറയേണ്ട കാര്യമാണ് ബെസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അനാലിസിസും അതുപോലെ തന്നെ ഫെയിലിയർ മോഡൽ, ഇഫക്റ്റ് അനാലിസിസ്, ഇതൊക്കെ എന്താണ് സെൻട്രൽ ഇവന്റുകൾ പരിശോധിക്കുന്നതിനും ഒരു ആരോഗ്യ പരിപാലന ആരോഗ്യ സംവിധാനത്തിനുള്ളില് ഈ ഇംപ്രൂവ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന രണ്ട് രീതികളാണെന്നാണ് പറയുന്നത്. ഇനി മെഡിക്കൽ ലോകത്ത് ഒരു രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള ഫലം ലഭിക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ രോഗാവസ്ഥയും മരണനിരക്കും സംബന്ധിച്ച കോൺഫറൻസുകളും പല അവലോകനങ്ങളും സെക്ഷനുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലുകളില് നമ്മള് ഒരു എന്താണ് ഒരു കോൺഫറൻസുകളൊക്കെ വെക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് രോഗികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും മെച്ചപ്പെടുത്തലുകൾ വേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, മറ്റുള്ളവരുടെ ഡിസിഷൻസ് തീരുമാനങ്ങൾ അറിയാനായിട്ട്, മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങളിലും ഓരോ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അല്ലെ. ഇപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഡിസിഷൻസ് എടുക്കാനായിട്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫറൻസോ മീറ്റിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ഓരോരുത്തരുടെ ഡിസിഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അഡ്വൈസുകളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇല്ലേ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഓരോ സ്റ്റാഫുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്, ഹോസ്പിറ്റലുകളിലായാലും ഏതൊരു ബിസിനസ് ഫേംസിലായാലും. അപ്പൊ ഹോസ്പിറ്റലുകളില് അങ്ങനെയുള്ള കോൺഫറൻസുകൾ ഉണ്ടാകുന്നുണ്ട്. അതുവഴി എന്താണ് ഇപ്പോ പല ഹോസ്പിറ്റലുകളിലും എന്താണ്
രോഗികളുടെ മരണങ്ങൾ കൂടുന്നുണ്ട് അല്ലെ. ചികിത്സ തേടി വരുന്ന രോഗികളായിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ് പല രീതിയിൽ രോഗികൾക്ക് രോഗാവസ്ഥ വഷളാക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കെയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഫിനാൻസ് വളരെ കൂടുതലാണ് അല്ലെ, കോസ്റ്റ് കൂടുതലാകുന്നുണ്ട്. അതൊക്കെ വളരെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വെല്ലുവിളിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. വളരെ വളരെ അവരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള കോസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള മര്യാദക്കുള്ള ചികിത്സ കിട്ടാത്തത് മൂലം രോഗികൾ മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഈ ഡോക്ടേഴ്സിന്റെ അനാവസ്ഥ മൂലം അല്ലെ പല രോഗികളും ഇപ്പോ നമ്മൾ പല സോഷ്യൽ മീഡിയാസിലൊക്കെ പല വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലെ. കാവ്യ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു മരണ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് ശരിക്കും ആ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിനെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടി മരിക്കാനുണ്ടായത്, കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നിട്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ എന്താണ് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അനാവസ്ഥ മൂലം രോഗികൾ മരിക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് ഇപ്പൊ രോഗികളൊക്കെ മരിക്കുന്നതിന്റെ അതുപോലെ തന്നെ മരണനിരക്ക് കൂടുതൽ, അതുപോലെ തന്നെ രോഗികളുടെ രോഗാവസ്ഥ കൂടുതലാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അവരെ എന്താണ് കോൺഫറൻസുകൾ കൂടിയിട്ട് അതിന്റെ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള അഡ്വൈസുകൾ എടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ എന്താണ് നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. എവിടെയൊക്കെ മെച്ചപ്പെടുത്തലുകളുണ്ടോ, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റില് ഇനി ഏതെങ്കിലും നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ലുള്ള ഡോക്ടേഴ്സിനെ വെക്കണമെങ്കിൽ അപ്പൊ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സർവീസുകൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ പരിചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മികച്ച രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നതായിരുന്നു രോഗിയുടെ സമയബന്ധിതമായിട്ട് കാണുകയും എന്താണ് വിലയിരുത്തുകയും ചെയ്തോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിന്റെ അടിയിൽ, ആ പാരഗ്രാഫിന്റെ അടിയിലായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. പരിചരണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും മികച്ച രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു രോഗികൾക്ക് കൊടുക്കുമ്പോ, പരിചരണം നല്ല രീതിയിൽ കൊടുക്കുമ്പോ അതിന്റെ എന്താണ് മികച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അതുപോലെ തന്നെ ഒരു രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ പഞ്ച്വാലിറ്റി അല്ലെ, സമയബന്ധിതമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൃത്യസമയത്ത് തന്നെ അല്ലെ, എക്സാക്ട് ടൈമിൽ തന്നെ നമ്മള് എന്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നുണ്ടോ അല്ലെ, സമയബന്ധിതമായിട്ട് അത് കാണുകയും അതിന് വിലയിരുത്തി അതിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് ശ്രമിച്ചോ. ഇനി രോഗനിർണയം നഷ്ടപ്പെട്ടോ, ചില രോഗികൾക്ക് നല്ല കൃത്യമായിട്ട് രോഗം ഡയഗ്നോസിസ് ചെയ്യാതെ അല്ലെ പല മരണങ്ങളും സംഭവിക്കാം. നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റാതെ രോഗികൾക്ക് രോഗാവസ്ഥ വഷളാവാം. പിന്നെന്താണ് ഉചിതമായിട്ടുള്ള രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. ക്ലിനിക്ക് ഇമേജിന് ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ സ്വീകരിച്ചോ. പരിചരണ നിലവാരം ലംഘനം ഉണ്ടായിട്ടുണ്ടോ, ഇത് പരിഹരിക്കാനായിട്ട് എന്ത് റെമഡിയാണുള്ളത്. അപ്പൊ പല പല ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ പരിചരണങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പരിചരണത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചോ, ഈ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ റെമഡികളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യന്റ് കെയർ നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം നമുക്ക് അവിടെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, evidence driven decision making, that is evidence based medicine. Okay, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എവിഡൻസ് ഡ്രൈവൻ ഡിസിഷൻ മേക്കിംഗ് എന്നത് പേഷ്യൻസിന്റെ കെയറിന് നല്ലൊരു ഔട്ട്കം കിട്ടുക ഒരു അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ്. അപ്പൊ അതിനെ പറയുന്നതാണ് എവിഡൻസ് ഡ്രൈവൻ ഡിസിഷൻ മേക്കിംഗ് കേട്ടോ. ഓക്കെ, പേഷ്യൻസിന് നല്ല രീതിയിൽ കെയർ കൊടുക്കുക, അതനുസരിച്ചിട്ടുള്ള ഔട്ട്കം കിട്ടുക. എവിഡൻസ് ഡ്രൈവൻ ഡിസിഷൻ മേക്കിംഗ്, ദാറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ്. ഈസ് the evaluation of facts, evidence, causes and effective relationship and other data that will allow for the delivery of the best product or services by basing decisions on fact,
process can be standardized, which is more likely to produce a consistent and desired result. After changing process, it is important to continue to monitor outcome to determine whether corrective actions is reaching the desired end point. By repeating this cycle and sharing result with the other healthcare institutions, healthcare quality care and ideal outcomes can be widely replicated. For example, level 1 trauma centers have in-house trauma and immediate access to these physicians reduce cost, time to intervention, and hospital neurosurgeons around the clock to ensure expedited care because studies and clinical experience have shown that the length of stay. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ പറയുന്നത്രേ ഉള്ളൂ. എന്താണ് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനം എന്നത് അല്ലെങ്കിൽ എവിഡൻസ് ഡിസിഷൻ മേക്കിംഗ് എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വസ്തുതകള്, അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പറയും ഫാക്ട്സ്, അതുപോലെ തന്നെ എവിഡൻസ്, കോസ്റ്റ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അല്ലെ കാരണഫല ബന്ധങ്ങള്, മികച്ച ഉൽപ്പന്നമോ അല്ലെങ്കിൽ എന്താണ് അതർ ഡാറ്റാസ്, ഓക്കെ, പ്രൊഡക്റ്റ് ഓർ സർവീസസ്, ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വസ്തുതകള്, അതുപോലെ തന്നെ തെളിവുകള്, കാരണഫല ബന്ധങ്ങള്, മികച്ച ഉൽപ്പന്നമോ സേവനമോ നൽകാൻ അനുവദിക്കുന്ന ഡാറ്റ എന്നിവയുടെ വിലയിരുത്തലാണ് എന്ന് പറയുന്നത് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ എവിഡൻസ് ഡ്രൈവഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, facts, evidence, cause and effect relationship, and other data that will allow for the delivery of the best product or services. Okay. അപ്പോൾ ഇവിടെ പറയുന്നത് ഫാക്ട്സുകൾ അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഫാക്ട്സ്, എവിഡൻസ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് എന്ത് ഉൽപ്പന്നമോ സേവനമോ നൽകാൻ അനുവദിക്കുന്ന മറ്റു ഡാറ്റ ഇതിലേക്ക് വിലയിരുത്തുന്നത്. ഇതിലേക്ക് വിലയിരുത്തലാണ് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാനായിട്ട് നമുക്ക് ഇതിന്റെയൊക്കെ വിലയിരുത്തൽ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ പ്രക്രിയകളുടെ മാനദണ്ഡമാക്കാൻ കഴിയും. അത് സ്ഥിരവും ആവശ്യമുള്ളതുമായിട്ടുള്ള ഫലങ്ങൾ നൽകാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ഈ ഡിസിഷൻ മേക്കിംഗ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ, അല്ലെ, ഓരോ പ്രോസസ്സിന്റെയും കാര്യങ്ങൾ, ഇപ്പൊ എവിടെയാണ് മെച്ചപ്പെടുത്തലുകൾ വേണ്ടത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റുമോ, ഏത് സർവീസിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റാണ്, അതൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ എവിഡൻസോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ഓരോ പ്രോസസ്സിലൂടെയും പ്രക്രിയകളിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാനദണ്ഡമാക്കാൻ കഴിയുകയും അങ്ങനെയുള്ള കാര്യങ്ങള് ഇത് സ്ഥിരവും ആവശ്യമുള്ള ഫലങ്ങൾ നൽകാനായിട്ട് നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും എന്താണ് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ടുകൾ ബെറ്റർ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രക്രിയകൾ മാറ്റിയ ശേഷം തിരുത്തൽ പ്രവർത്തനം ആവശ്യമുള്ള അന്തിമ ബിന്ദുവിൽ എത്തുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുവാൻ ഫലങ്ങൾ നിരീക്ഷിക്കും തുടരേണ്ടതാണ്. നമ്മളെപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പ്ലാനിങ് ചെയ്യണം, അല്ലെ. അപ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്, ആ പ്രോസസ്സിനും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചക്രം ആവർത്തിക്കുന്നതിലൂടെ മറ്റ് ആരോഗ്യ സംരക്ഷണ അവബോധമുള്ള ഫലങ്ങൾ പങ്കിടുന്നതിലൂടെയും ഗുണനിലവാരമുള്ള പരിചരണം ആദർശപരമായിട്ടുള്ള ഫലങ്ങൾ വ്യാപകമായിട്ട് ആവർത്തിക്കാനും കഴിയും. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രോസസ്സ്, ഓരോ കാര്യങ്ങളുടെയും പ്രോസസ്സുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത് നോക്കിയാൽ
ലെവൽ 1 ട്രോമ സെന്ററുകളില് ഇൻ-ഹൗസ് ട്രോമയും ഡോക്ടേഴ്സിലേക്കുള്ള ഉടനടി ആക്സസ്, കുറഞ്ഞ ചെലവും ഇടപെടലിനുള്ള സമയവും വേഗത്തിലുള്ള പരിചരണവും ഉറപ്പാക്കാൻ ആശുപത്രി ന്യൂറോ സർജന്മാര് 24 മണിക്കൂറും ഉണ്ട് അവിടെ. കാരണം പഠനങ്ങളും ക്ലിനിക്കൽ അനുഭവങ്ങളും ആ താമസദൈർഘ്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്കറിയാം ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ 4 മണിക്കൂറും ആ സർജൻ, ന്യൂറോ സർജൻ അവിടെ അവൈലബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രോഗികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും. കാരണം എന്താ, അദ്ദേഹം അവിടെ അല്ലെങ്കിൽ ആ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് സർജൻസ് അവിടെ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ രോഗികളെ നോക്കാനായിട്ടും കറക്റ്റ് ആയിട്ട് സമയബന്ധിതമായിട്ട് രോഗികൾക്ക് ട്രീറ്റ്മെന്റുകൾ നൽകാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് പേഷ്യൻസ് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഡെവലപ്പ് ആക്കി എടുക്കാനായിട്ടും കഴിയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. Relationship management is essential for an organization to drive a supportive relationship with the suppliers, retailers, monitoring providers, and partners must be mentioned, as well as a common understanding for goals across all parties. Shared goals and understanding also ensure a reliable supply chain to allow the institutions to deliver high quality care to its patients constantly. For instance, donations to hospital allow a new interventional radiology unit to be built with the highest level of technology, so that patients can be assisted quicker and provide have more space and resources for the treatment. ഇവിടെ പറയുന്നത് ഒരു സ്ഥാപനം അഭിവൃദ്ധിക്കുന്നതിന് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. നമുക്കറിയാം നല്ല രീതിയിലൊരു മെച്ചപ്പെട്ട രീതിയിൽ ഒരു സ്ഥാപനം പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ എല്ലാവരും അവിടെ വരുന്ന എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് ചേർന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുള്ളൂ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താവശ്യമാണ് നമ്മുടെ പറയുന്നത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സപ്ലൈസ്, റീറ്റെയിലേഴ്സ്, അതുപോലെ തന്നെ സാമ്പത്തിക ദാതാക്കള് അല്ലെ. എന്താണ് ഈ എന്താണ് സപ്ലൈസ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്, മോണിറ്ററി പ്രൊവൈഡേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഉണ്ട്. അതൊക്കെ എന്നിവരുമായിട്ടൊരു പിന്തുണയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പുകള് നമ്മൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ എല്ലാ കക്ഷികളുടെയും ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള പൊതുവായ ധാരണയും ഉണ്ടായിരിക്കണം. അവർക്ക് ഓരോരുത്തർക്കും അല്ലെ, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടാകും, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മള് ഇങ്ങനെ എല്ലാവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവുകയും വേണം. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ലക്ഷ്യങ്ങളും ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പങ്കിട്ടത് മനസ്സിലാക്കിയതുമായിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു വിതരണ ശൃംഖല ഉറപ്പാക്കുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ടീവ് ആയിട്ട് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ ജോലി ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്ക് അറിയുന്നില്ല, എന്തെങ്കിലും കാര്യങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ഗൈഡൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കാം, കോൺഫിഡൻസ് കൊടുക്കാം അല്ലെ. കൂടെ നിൽക്കുന്ന ജോലിക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കമ്പനിക്ക് ഒരു സക്സസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഒരു ആശുപത്രിയിലേക്കുള്ള സന്ദർശനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യ യൂസ് ചെയ്യുമ്പോൾ ഒരു പുതിയ എന്താണ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ റേഡിയോളജി ഫെസിലിറ്റീസ് നിർമ്മിക്കാനായിട്ട് അനുവദിക്കുന്നു. അതുവഴി രോഗികൾക്ക് വേഗത്തിൽ പ്രവേശനം ലഭിക്കുകയും കൂടാതെ പ്രൊവൈഡർമാർക്ക് ചികിത്സയ്ക്കായിട്ട് കൂടുതൽ സ്ഥലവും വിഭവങ്ങളും ലഭിക്കുന്നു. ഓക്കെ, ഒരു സാങ്കേതിക വിദ്യ അല്ലെ, ഒരു എന്താണ് ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ ആളുകൾക്ക്, ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് നമ്മള് HIMS പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ,
ഡിപ്ലോമയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിൽ പഠിച്ചതും നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇതിലാണ് PG നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ രോഗികൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് വേണം, ഒരു രോഗിയെ സീരിയസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഇവിടെ കാണിക്കുന്ന രോഗിയൊക്കെ ആണെങ്കിൽ, സ്ഥിരം കാണിക്കുന്ന രോഗിയൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ID ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡോക്ടറെയാണ് അല്ലെങ്കിൽ എത്ര രീതിയിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്, എത്തരത്തിലുള്ള മരുന്നുകളാണ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ആ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതറിയാനായിട്ട് പറ്റും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിലുള്ള ചികിത്സകൾ അല്ലെ, ഡോക്ടേഴ്സിനായാലും നല്ല രീതിയിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ, പ്രൊഫഷണൽസിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുവഴി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആയാലും അവിടെയുള്ള ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ സ്കാനേഴ്സ് ആയാലും അതുപോലെ തന്നെ എക്സ്റേ മെഷീൻസ്, MRI സ്കാനുകൾ, അൾട്രാസൗണ്ട് സ്കാനുകൾ, ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളായാലും എല്ലാ സാങ്കേതിക വിദ്യകളായാലും കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നു. അതുവഴി നല്ല രീതിയിൽ അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ നൽകാനായിട്ട് എല്ലാ റിസോഴ്സുകളും, ഇപ്പൊ എന്താണ് വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സുകളും അതുപോലെ തന്നെ എല്ലാ മെഷീൻസും, അതുപോലെ തന്നെ എന്താണ് വിഭവങ്ങൾ ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, ലേബേഴ്സ്, അവിടെയുള്ള സ്റ്റാഫുകളും അവരെയും നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം രോഗികൾക്ക് കെയർ കൊടുക്കാനായിട്ട്. അതുവഴി നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
വായിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പൊ ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ 3 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. തേർഡ് വൺ ആയിരുന്നു. 7th മൊഡ്യൂളിൽ തേർഡ് വൺ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് അല്ലേ? എവിഡൻസ് ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് പറയുന്ന മറ്റൊരു പേരാണ് എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞത് എൻഹാൻസ്മെന്റ് ഈസ് എ കീ ടു സക്സസ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് മാർക്ക് ചെയ്താൽ പറഞ്ഞത്. പിന്നീട് ലിസ്റ്റ് ഉള്ളത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഫസ്റ്റ് പോർഷനിലാണ് പഠിക്കാനുള്ളത്. ക്വാളിറ്റി എന്താണെന്നുള്ളത് പഠിക്കണം കേട്ടോ. ക്വാളിറ്റി റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് എക്സലൻസ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ വാട്ട് ദ പേഴ്സൺ പെർസീവ് ദ പാർട്ടിക്കുലർ സിറ്റുവേഷൻ.
ഓക്കെ, അത് നോക്കി വെച്ച് പഠിക്കാം. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ്ലി സ്പീക്കിംഗ് എന്നുള്ളത്, സോറി, സയന്റിഫിക്കലി സ്പീക്കിംഗ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഓരോ സിസ്റ്റംസ് നോക്കി വെക്കണം. JCAH അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോക്കി വെക്കാം. ഇയേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇവര് തന്നിരിക്കുന്ന ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് പറഞ്ഞിരിക്കുന്ന കോളക്റ്റീവ് ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ISO പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ഒന്ന് ഓർക്കാം. പിന്നെ ഓരോ കാര്യങ്ങളും ടൈം ടൈംലിനെസിന്റെ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കാം. അതുപോലെ തന്നെ ഈ കമ്പോണൻസ്, 4 മെയിൻ കമ്പോണൻസ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ കമ്പോണൻസ് നോക്കാം. ക്വാളിറ്റി പ്ലാനിങ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എന്താണ് GMP എന്നുള്ളത്? ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. അതുപോലെ തന്നെ പർപ്പസ് നോക്കി വെക്കാം. ക്വാളിറ്റി അഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. ബാക്കിയുള്ള പാരഗ്രാഫുകൾ എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാപ്റ്റർ 7 ഹോസ്പിറ്റൽ എമർജൻസി കോഡ്. ഹോസ്പിറ്റൽ എമർജൻസി കോഡാണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ, കിട്ടിയതൊന്നും പറഞ്ഞു കൊടുക്കാം പേജ്. ഓക്കെ, 119 എനിക്കറിയില്ല, ഞാൻ PDF. ഓക്കെ ഓക്കെ, ചിലപ്പോ PDF നമ്പേഴ്സ് തെറ്റാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേജ് നമ്പർ പറയാത്തത്. ഇതായിരിക്കാം ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറയുമ്പോൾ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഹെഡിങ് കണ്ടിട്ടില്ല, മനസ്സിലായ ഹെഡിങ് വായിച്ചപ്പോ സ്പോർട്സ് അല്ലെ, നിങ്ങൾ ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോ കോഡുകൾ അവര് പറയാറുണ്ട് ഇല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നാല് നമുക്ക് അതെ, കളർ ഐഡന്റിഫിക്കേഷൻ, ഓരോ കളർ പറയും അല്ലെ, ഓരോ കോഡ് എന്താണ് കോഡ് ബ്ലൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ, ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല്? മെഡിക്കൽ എമർജൻസി. കോഡ് ബ്ലൂ എന്താ? കാർഡിയാക് അറസ്റ്റ് അല്ലെ, കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. കോഡ് റെഡ് ഉണ്ട്, കോഡ് ഗ്രീൻ ഉണ്ട്, കോഡ് പർപ്പിൾ ഉണ്ട്. നിങ്ങൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണോ പഠിച്ചത് കോഡുകള്? ഡിപ്ലോമയില് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഡിസാസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ചിലതൊക്കെ സാമ്യം ഉണ്ടാവും, ചില കോഡുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഹോസ്പിറ്റൽ വൈസ് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത കോഡുകളാണ്. അപ്പൊ ഞാൻ ഡിപ്ലോമയില് പഠിച്ചിട്ടാണല്ലോ, ഇവിടെ പറയുന്നത് ഇതാണല്ലോ, വേറെ ആണല്ലോ എന്നൊന്നും പറയരുത്. ഓക്കെ, നമ്മുടെ
നമ്മുടെ പി ജിയിലുള്ള ടെസ്റ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഓരോ ഹോസ്പിറ്റലുകൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചിലത് മാത്രം വ്യത്യാസമുള്ളൂ. അപ്പം ഓക്കെ, അപ്പൊ അത് ആ ഭാഗം വരുമ്പോ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പല കോഡുകൾ അല്ലെ. കോഡ് ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്രൗൺ അല്ല, പർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെയുള്ള ബ്ലാക്ക് ഉണ്ട്, അങ്ങനെയുള്ള പല കോഡുകൾ നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ എന്താണ് ഓരോ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റാഫുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഓക്കെ, ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അല്ലെ, ചിലപ്പോ വേറെ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോഡ് ബ്ലൂ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അവിടെ എന്താ ഹോസ്പിറ്റലിൽ തന്നെ കാർഡിയാക് അറസ്റ്റ് ഒക്കെ ചിലപ്പോൾ വാർഡിലോ അല്ലെങ്കിൽ ഐസിയുലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസ് ആ പേഷ്യന്റിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൃദയാഘാതവുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ കോഡ് ബ്ലൂ അവർ പറയാറുണ്ട്. മൈക്കിലൂടെ വിളിച്ചിങ്ങനെ 3 പ്രാവശ്യമാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. എന്റെ മദറിനുള്ള ഹോസ്പിറ്റലിൽ ഐസിയുല് കിടന്നപ്പോ ആ ടൈമിൽ ഇങ്ങനെ എന്താ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ. എല്ലാവരും ഇങ്ങനെ കൂടിക്കൂടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത് ഫ്ലോറാണ്, ഏത് നിലയാണ് എന്നൊക്കെ അവര് വിളിച്ചു പറയും. എന്നിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ. അപ്പൊ നമുക്കറിയാം എന്താണ് കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഓരോ സ്റ്റാഫുകളായാലും അവിടെ ആ ഫ്ലോറിൽ ഇങ്ങനെ ഓടിക്കൂടുന്ന ഒരു സാഹചര്യം, ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് ജസ്റ്റ് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ അപ്പോ ചിലവർക്ക് ഒരു അപൂർവം കാര്യങ്ങളാണ് ഇങ്ങനെ കിട്ടുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക് വരാം അല്ലെ. നമ്മൾ പഠിപ്പിച്ചതാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പഠിച്ചതാണല്ലോ എന്നൊക്കെ ഒരു അല്ലെ. ഓക്കെ, അങ്ങനെ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മള് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കോഡുകളാണ്. അപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റ് വരുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ ഫയറിന് ഒരു കോഡ് ഉണ്ട്, അതുപോലെ തന്നെ തീപിടുത്തം അല്ലെ, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോഡാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ പല രീതിയിലും പല കോഡുകളും നമ്മൾ പറയുമ്പോൾ ഓരോ കളേഴ്സ് വെച്ചിട്ടാണ് അവർ റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. അതെന്തായിരിക്കാം കാരണം? അങ്ങനെ പല കോഡുകൾ നമ്മൾ പറയുമ്പോൾ പല കളേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അതെന്തായിരിക്കാം? അങ്ങനെ പറയുന്നതിന്റെ റീസൺ എന്തായിരിക്കാം? അത് തന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ആണ് അല്ലെ. പലർക്കും പല സ്റ്റാഫുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള കോഡുകൾ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കളർ ചേർത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും. ആ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോഡ് ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റാഫുകൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കളറ് ചേർത്തിട്ട് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, കളർ യൂസ് ചെയ്തിട്ട് കളറ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Hospital emergency codes. Hospital emergency codes have varied widely by location, even between hospitals in the community. Confusion over these codes has led to the same community. Okay. ആ കൺഫ്യൂഷൻ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അവിടെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. കമ്മ്യൂണിറ്റി കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ ഓവർ ദീസ് കോഡ്സ് ഹാസ് ലെഡ് ടു ദ സെയിം കമ്മ്യൂണിറ്റി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. സെയിം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട് കൺഫ്യൂഷൻ ഓവർ ദിസ് കോഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അതിന്റെ മുകളിലത്തെ ആ വരികളൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. കറക്റ്റ് ആണോ നിങ്ങളുടെ ടെക്സ്റ്റില്?
കമ്മ്യൂണിറ്റി വരെയൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. Confusion over these codes has led to the proposal for and sometimes options of standardized codes. In many American, Canadian, New Zealand, and Australian hospitals, and also in India, for example, code blue indicate the patient has entered cardiac arrest, while code red indicate that the fire has broken out somewhere in the hospital facility. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ആശുപത്രിയില് അടിയന്തര അല്ലെ എമർജൻസി കോഡുകൾ കണ്ടില്ലെങ്കിൽ അടിയന്തരമായിട്ട് ഉപയോഗിക്കുന്ന കോഡുകൾ അല്ലെ അടിയന്തരമായിട്ട് എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയന്തരമായിട്ട്. അപ്പൊ ആശുപത്രിയില് അടിയന്തര കോഡുകള് എമർജൻസി കോഡുകള് എന്താണ് സ്ഥലം അനുസരിച്ച് വ്യാപകമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ എന്താണ് സിറ്റികളിൽ ഓരോ കൺട്രീസ് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം. ഇതിൽ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പൊ പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫയർ ആയിരിക്കാം, മറ്റു പല കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം. ഓക്കെ, അതാണ് പറയുന്നത് വ്യത്യസ്തപ്പെട്ടിരിക്കാം. ഓക്കെ, സമൂഹത്തിലെ ആശുപത്രിക്കിടയിൽ പോലും എന്താണ് കോഡുകളെ കുറിച്ചുള്ള ആശയക്കുഴപ്പം സമൂഹത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അല്ലെ. പല രീതിയിൽ നമ്മൾ പറഞ്ഞു എന്താണ് പല കോഡുകളും പല കളേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോഡുകളൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കളർ ചേർത്തിട്ട് പറയുന്നത്. അങ്ങനെ കളർ ചേർത്തിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഈ കോഡുകൾ ആശയക്കുഴപ്പം നയിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡേർഡ് കോഡുകൾ നിർദ്ദേശിക്കുന്നതിലേക്കും ചിലപ്പോൾ അവ സ്വീകരിക്കേണ്ടതിലേക്കും നയിച്ചു. സ്റ്റാൻഡേർഡ് കോഡുകളിലേക്ക് ഇങ്ങനെയുള്ള ഈ എമർജൻസി കോഡുകൾ സ്റ്റാൻഡേർഡ് കോഡുകളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പല അമേരിക്കൻ, അതുപോലെ തന്നെ അമേരിക്ക, കനേഡിയൻ, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഈ കോഡ് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ് ഇന്ന രാജ്യങ്ങൾ അല്ലെ. അമേരിക്കയുണ്ട്, കാനഡ, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇവരൊക്കെ ഈ കോഡ് ബ്ലൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് അവര് റിലേറ്റ് ചെയ്യുന്നത്? കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്നിരിക്കുന്ന അല്ലെങ്കിൽ കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആരൊക്കെ നമ്മള് സജ്ജമായിരിക്കണം എന്ന് പറയുന്നത് ഒരു അലേർട്ട് ആണ് അല്ലെ. കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു അലേർട്ട് ആണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കോഡ് ബ്ലൂ പറയുമ്പോൾ തന്നെ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകള്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സുകളും, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ഉണ്ടാവും, പല എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ ആ പേഷ്യൻസ് വരാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് വരുമ്പോ അവിടേക്ക് എത്തുമ്പോ തന്നെ അത് കറക്റ്റ് ആയിട്ട് അത് സജ്ജീകരിച്ചിരിക്കണം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോഡ് ബ്ലൂ പറയുന്നത്. കോഡ് ബ്ലൂ പറയുമ്പോൾ കൃത്യമായിട്ട് അവര് ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ നേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് ആയാലും പേഷ്യൻസിന് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് അവരെ സജ്ജീകരിച്ച് എത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് സജ്ജീകരിച്ചിരിക്കണം. പേഷ്യന്റ് വരുമ്പോ തന്നെ അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അമേരിക്കയില്, കാനഡയില്, അതുപോലെ തന്നെ ഇന്ത്യയില്, ന്യൂസിലാൻഡില്, ഓസ്ട്രേലിയയിലൊക്കെ കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട്, indicate the patient has entered cardiac arrest, while code red indicate that fire has broken out somewhere in the hospital facility. അപ്പൊ എന്താണ് കോഡ് ബ്ലൂവിനെ നമ്മൾ പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിട്ടാണ്. കോഡ് റെഡിനെ എന്താ പറയുന്നത്? കോഡ് റെഡ് എന്തുമായിട്ടാണ് സൂചിപ്പിക്കുന്നത്? ഫയറുമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അവിടെ അണ്ടർലൈൻ ചെയ്തിച്ച് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റും കോഡ് റെഡ് എന്ന് പറയുന്നത് ഫയറുമായിട്ടാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ എന്താണ് ഗ്രൗണ്ട് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ ഒക്കെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്രയും പെട്ടെന്ന് എന്താണ് കോഡ് റെഡ് പറഞ്ഞിരിക്കുന്ന ഒരു അലേർട്ട് കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ് കോഡ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്.
അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് അലേർട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോഡ് ഈ അലേർട്ടുകൾ കൊടുക്കും. അലേർട്ട് കൊടുക്കുമ്പോഴാണ് എല്ലാ പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ എന്താണ് തീപിടുത്തം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാനിക് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടും, അവർക്ക് എന്തെങ്കിലും പരിഭ്രാന്തരൊക്കെ ആവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് എല്ലാ സ്റ്റാഫുകളും വന്നിട്ട് അത് തീ പിടുത്തമുണ്ടായിട്ടുണ്ടെങ്കിൽ തീ കെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ പേഷ്യൻസിനെ ശുശ്രൂഷിക്കാൻ വേണ്ട ബെറ്റർ കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും സജ്ജീകരിച്ച് വെക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള കോഡുകൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ എമർജൻസി ഹോസ്പിറ്റൽ എമർജൻസി കോഡ് പാരഗ്രാഫില്? ഓക്കെ, അപ്പൊ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.